Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about risk mitigation, the final step included in the process of risk management. In a risk management process, once risk is identified, analyzed, assessed and response is studied, the project manager has to take steps for risk mitigation. Risk mitigation may be reducing the risk or by alleviation of risk. അപ്പോൾ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റെപ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, റിസ്ക് അനലൈസിസ് എന്താണ്, റിസ്ക് അസസ്മെൻറ്റ് എന്താണ്, റിസ്ക് റെസ്പോൺസ് എന്താണ്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിലെല്ലാം ശേഷം അവസാനത്തെ സ്റ്റെപ്പായി ഒരു പ്രോജക്റ്റ് മാനേജർ കണ്ടക്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. റിസ്ക് മിറ്റിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കമ്പനിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിസ്കിനെ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറച്ചുകൊണ്ട് ആ കമ്പനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആ റിസ്കിനെ റിഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. Risk mitigation is a strategy of preparing a business for all potential risk and reducing the effects of threat faced by the business. ഒരു ബിസിനസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യൽ റിസ്കിനെയും ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുക. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിനെ അതിൻ്റെ ത്രെറ്റിനെ കുറയ്ക്കുന്ന രീതിയിലേക്ക്, അതായത് ഒരു ഓർഗനൈസേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുക. Although the principle of risk mitigation is to prepare the project for all potential risk, a proper mitigation plan will weigh the impact of each risk and prioritize planning around that impact. നമ്മൾ ഒരു റിസ്ക് മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ റിസ്കിനെയും ഫേസ് ചെയ്യാൻ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ മിറ്റിഗേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിസ്കിനെ അതിൻ്റെ ഇമ്പാക്റ്റിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏത് റിസ്ക്കാണ് ആദ്യമേ ഉണ്ടാവാൻ സാധ്യത, ഏത് റിസ്ക് എടുത്താലാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുക എന്നൊരു രീതിയിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക കൂടെയാണ് നമ്മൾ റിസ്ക് മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It reduces the probability the risk will occur or reduce the negative impact of the risk if it does materialize. ഒരു പ്രോജക്റ്റിൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുക, അല്ലെങ്കിൽ ഇൻ കേസ് ആ പ്രോജക്റ്റിൽ റിസ്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ റിസ്കിനുള്ള ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. An important step for selecting an appropriate risk mitigation strategy is assessing the cause of risk events and aiming at the response directly at the main cause. റിസ്ക് മിറ്റിഗേഷൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക എന്നുള്ള. ഏത് തരത്തിലായിരിക്കണം? റിസ്കിൻ്റെ കോസ് കണ്ടെത്തുക, കൃത്യമായിട്ട് ആ റിസ്കിൻ്റെ കോസ് അസസ് ചെയ്ത് ആ റിസ്കിൻ്റെ കോസിനനുസരിച്ചുള്ള റെസ്പോൺസ് കൊണ്ടുവരിക. നമുക്ക് ഇതിനു മുമ്പുള്ള പ്രോസസ്സ്, റിസ്ക് മിറ്റിഗേഷന് മുമ്പുള്ള റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് റെസ്പോൺസ് കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് മിറ്റിഗേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് taking steps to lessen the adverse effect of risk on the project by reducing its negative impact and minimizing the likelihood of its occurrence. അപ്പോൾ നമുക്ക് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള റിസ്കിനെയും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസ്കിൻ്റെ മെറ്റീരിയലൈസേഷൻ, ആ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് റിസ്ക് മിറ്റിഗേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now let us see what are the different types of risk mitigation. At first, risk avoidance. Certain project risks are avoidable while some are unavoidable. A common risk avoidance technique is to use proven and existing technologies rather than adopting new techniques. Risk avoidance are done through changing the project scope and objectives, removing the cause of risk, executing the project in a different way. അപ്പോൾ റിസ്ക് മിറ്റിഗേഷൻ്റെ ഒരു ടൈപ്പ് ആണ് റിസ്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു റിസ്കിനെ അവോയ്ഡ് ചെയ്യുക. എല്ലാ റിസ്കിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ചില കേസുകളിൽ നമുക്ക്
പ്രൂവൻ ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസ്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് അൺപ്രൂവൻ ടെക്നിക്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പ്രൂവ് ചെയ്തൊരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് റിസ്ക് അവോയ്ഡൻസ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നമുക്ക് അതുവഴി ചെയ്യാൻ പറ്റുന്നത്? പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്കോപ്പിനെ ചേഞ്ച് ചെയ്യുക, ആ ഒരു റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോസിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ തന്നെ മറ്റൊരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന രീതിയിലാണ് നമുക്ക് റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ റിസ്കിനെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ബട്ട് ചില കേസുകളിൽ ചില റിസ്കിനെ അവോയ്ഡബിൾ ആണ്. റിസ്ക് റിഡക്ഷൻ. Certain risks cannot be completely avoided, but their impact can be reduced. Risk reduction is an investment of funds to reduce the risk on a project. റിസ്ക് റിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള റിസ്കിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില റിസ്കിനെ ഉണ്ടാവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റിസ്ക് റിഡക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് ആ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ, ഇമ്പാക്റ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. Another type of risk mitigation is risk sharing. Risk sharing strategy is adopted only if risk cannot be avoided or reduced. It involves partnering with others to share responsibility of the risk activities. റിസ്ക് ഷെയറിംഗ് എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ റിസ്ക് റിഡക്ഷനും റിസ്ക് അവോയ്ഡൻസും ഒട്ടും ആപ്ലിക്കബിൾ അല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് റിസ്ക് ഷെയറിംഗ് അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. റിസ്ക് ഷെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ പ്രോജക്റ്റ് പാർട്ട്നേഴ്സുമായിട്ട് റിസ്കിനുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് അക്സെപ്റ്റൻസ്. This strategy is adopted if the risk is not important or has less probability of occurrence. In such case, the risk manager opts out to bear the risk rather than to mitigate it. The cost involved in bearing the risk would be less than that of avoiding it. ചില കേസുകളിൽ നമുക്കുണ്ടാവാൻ സാധ്യത റിസ്കിന് ഇമ്പാക്റ്റ് കുറവായിരിക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് ആ റിസ്ക് കൊണ്ട് നമുക്കുണ്ടാവുന്ന നഷ്ടം കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസിൽ നമുക്ക് ആ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാനുണ്ടാകുന്ന ചിലവിനെ കാട്ടി കുറവായിരിക്കും നമുക്ക് ആ റിസ്ക് ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ നമ്മൾ റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യാറാണ് പതിവ്. റിസ്ക് ട്രാൻസ്ഫറൻസ്. Risk transference is a transferring of risk to a third party. It is a risk reduction method that shifts the risk from the project to another party. Risk can be transferred through subcontracting, insurance, warranties, etc. നമുക്ക് റിസ്കിനെ മറ്റൊരു ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് റിസ്ക് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സബ് കോൺട്രാക്ട് എടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ്, വാറണ്ടി പോലത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് നമുക്കുണ്ടാകുന്ന റിസ്ക് നമുക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് അതിൽ നിന്നും നഷ്ടമില്ലാത്ത രീതിയിൽ വരുത്തുന്നതിനാണ് നമ്മൾ റിസ്ക് ട്രാൻസ്ഫറൻസ് എന്ന് പറയുക. Risk limitation. It is a strategy employing a bit of risk acceptance along with a bit of risk avoidance, or an average of both. റിസ്ക് അവോയ്ഡൻസ് ആൻഡ് റിസ്ക് അക്സെപ്റ്റൻസ് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള സ്ട്രാറ്റജിയാണ് റിസ്ക് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് റെഡ്യൂസ് ചെയ്യുക എന്ന രീതിയിൽ ഒരു മിക്സ്ചർ ഓഫ് റിസ്ക് അവോയ്ഡൻസ് ആൻഡ് റിസ്ക് അക്സെപ്റ്റൻസ് ഇസ് നോൺ ആസ് റിസ്ക് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് മിറ്റിഗേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. So in the previous classes we have been learning about the different process of risk management, which includes risk identification, risk analysis, risk assessment, risk response, and in today's section we discussed about risk mitigation. This is a planning stage. After this planning stage, it includes risk monitoring and controlling. Once the planning stage is complete and the project is actually set in motion, the project manager often spends most of their time in monitoring the risk involved. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം പ്ലാനിങ് സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ റിസ്കിനെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നത്. എന്താണ് നമ്മളിത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. റിസ്ക് എത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ റിസ്ക് ഉണ്ടാകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് റിസ്ക് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. This phase includes management of project according to the risk response plan. The environment is monitored to identify potential risk factors and suitable risk response plans are prepared. The risk status is communicated to the project stakeholders. നമ്മൾ റിസ്ക് റെസ്പോൺസ് സ്റ്റേജിൽ എങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തു ആ ഒരു പ്ലാൻ അനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്നത്. പ്രോജക്റ്റിൻ്റെ ലൈഫ് ടൈമിൽ മൊത്തം റിസ്ക് എപ്പോൾ ഉണ്ടാകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് പ്ലാനിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്.
Risk can be monitored on a continuous basis to check if any change is made. New risk can be identified through the constant monitoring and assessing mechanism. നമ്മൾ ഈ പ്ലാനിങ് സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക് അല്ലാതെ പല പുതിയ ടൈപ്പിൽ റിസ്ക് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് സ്റ്റേജിൽ ഇത്തരത്തിലുള്ള റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് തക്കതായ റെസ്പോൺസ് പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ റിസ്ക് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് എന്നൊരു പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസ്ക് മിറ്റിഗേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രോജക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പല പ്രോസസ്സിൻ്റെ ഫൈനൽ പ്രോസസ്സാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ പ്രോജക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പല പ്രോസസ്സുകളെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനോട് കൂടി നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ മൊത്തം നമ്മൾ ആ പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന റിസ്കിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, അതിനുള്ള പല ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് 3 questions തന്നിട്ടുണ്ട്. What do you mean by risk mitigation? What are the types of risk mitigation? And explain risk monitoring and control. ഇന്നുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. Thank you for listening. Have a nice day.